ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 15-ാം അധ്യായം. ഭരതവംശ കഥനം. ശ്രീശുകൻ പറഞ്ഞു, ഭരതൻ്റെ പുത്രനായ സുമതി എന്ന പേരാൽ അറിയപ്പെടുന്നവൻ ഋഷഭൻ്റെ മട്ടിൽ ജീവൻ മുക്തമാർഗത്തെ അംഗീകരിക്കുകയുണ്ടായി. തന്നിമിത്തം കലികാലത്ത് പാമരന്മാരായ ചില പാഷണ്ഡികൾ ഇവനേതോ വേദവിരോധിയായ ഒരു ദേവതയുടെ അവതാരമാണ് എന്ന് സ്വന്തം പാപബുദ്ധിയാൽ സങ്കല്പിക്കാൻ ഇടവരുന്നതായിരിക്കും. സുമതിക്ക് വൃദ്ധസേന എന്ന ഭാര്യയിൽ ദേവതാജിത്ത് എന്നു പേരായ ഒരു മകനുണ്ടായി. ദേവതാജിത്തിന് ആസുരിയിൽ ദേവദ്യുമ്നൻ എന്ന പുത്രനും ദേവദ്യുമ്നന് ധേനുമതി എന്ന ഭാര്യയിൽ പരമേഷ്ഠി എന്ന പുത്രനും പരമേഷ്ഠിക്ക് സുവർച്ചല എന്ന ഭാര്യയിൽ പ്രതീഹൻ എന്ന ഒരു പുത്രനുമുണ്ടായി. പ്രതീഹൻ ജനങ്ങൾക്ക് ആത്മവിദ്യയെ ഉപദേശിച്ചു കൊടുത്തു. പരമശുദ്ധനായി മഹാപുരുഷനായ ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് വാണു. പ്രതീഹന് സുവർച്ചലയിൽ പ്രതിഹർത്താവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ് എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായി. അവർ മൂവരും യജ്ഞകർമ്മ നിപുണന്മാരായി. അവരിൽ മൂത്തപുത്രനായ പ്രതിഹർത്താവിന് സ്തുതി എന്ന ഭാര്യയിൽ അജൻ എന്നും ഭൂമാവ് എന്നും പേരുള്ള 2 പുത്രരുണ്ടായി. ഭൂമാവിന് ഋഷികുല്യയിൽ ഉദ്ഗീഥൻ എന്ന പുത്രനും ഉദ്ഗീഥന് ദേവകുല്യയിൽ പ്രസ്താവൻ എന്ന മകനും പ്രസ്താവന് നിയുത്സയിൽ ഹൃദയജനായ വിഭു എന്ന മകനും വിഭുവിന് രതിയിൽ പ്രതിഷേണൻ എന്ന മകനും അവന് ആകൂതിയിൽ നക്തൻ എന്ന മകനും നക്തന് രുതിയിൽ ഗയൻ എന്ന മകനും ഉണ്ടായി. രാജർഷിശ്രേഷ്ഠനും ഉത്കൃഷ്ടകീർത്തിയുമായ ആ ഗയൻ ലോകരക്ഷാർത്ഥം സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെ അംശത്താൽ സത്വഗുണപൂർണനായി അവതരിച്ചവനായിരുന്നതുകൊണ്ട് ആത്മജ്ഞാനാദി ലക്ഷണങ്ങളാൽ മഹാപുരുഷൻ എന്ന് അദ്ദേഹം പാരെങ്ങും പ്രകീർത്തിതനായി. പ്രജകളെ പാലിക്കുക, പോഷിപ്പിക്കുക, പ്രീണിപ്പിക്കുക, അവരോട് നല്ല വാക്ക് പറയുക, തെറ്റു ചെയ്താൽ ശാസിക്കുക തുടങ്ങിയ രാജധർമ്മം പിഴയ്ക്കാതെ കാത്തുരക്ഷിക്കുകയും യാഗാദി സൽക്കർമ്മങ്ങൾ നടത്തുകയും ചെയ്തവരോടൊപ്പം സർവസ്വരൂപനും ഐശ്വര്യപൂർണനും പുരുഷോത്തമനുമായ ബ്രഹ്മത്തിൽ ആത്മാർപ്പണം ചെയ്യുകയാലും ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാന്മാരുടെ ചരണങ്ങളെ പരിചരിച്ച് ഭഗവത് ഭക്തിയോഗം നേടുകയാലും സംസ്കാരസമ്പന്നവും പരിശുദ്ധവുമായ ബുദ്ധിയോടും ദേഹാദ്യ അഹംഭാവം നശിച്ച ചിത്തത്തിൽ സ്വയമേവ സിദ്ധിച്ച ബ്രഹ്മാനുഭവത്തോടും കൂടിയവനായിട്ടും നിരഭിമാനിയായി രാജ്യം രക്ഷിച്ചു വന്നു. അല്ലയോ പാണ്ഡവേയ, പുരാവിത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ ഇങ്ങനെ കീർത്തിക്കുന്നു. സൽസേവയാഗം നിജധർമ്മരക്ഷയും വിജ്ഞാനവും മാനവും ഉറ്റലക്ഷ്മിയും തികഞ്ഞു സത്തുക്കളിൽ മുൻപനായും ആർ വിഷ്ണുവംശമാം അഗയനോടു തുല്യനായി പ്രസന്നരായി നീരഭിഷേകമാർക്കു ചെയ്തത സദാശിസ്സുകൾ ദക്ഷകന്യമാർ അകാമനാർദ്ദൻ ഗുണവത്സയുക്തയായി ചൊരിഞ്ഞു ഭൂധേനു സമസ്ത ഭവ്യവും അഗാമിയാമാർക്കഖിലേപ്സിതങ്ങളും വേദങ്ങൾ പോരിങ്കൽ നിർപാലർക്കപ്പവും സുപൂജിതന്മാർ ദ്വിജരാത്മപുണ്യ ഷഷ്ഠാംശത്തെയും നൽകിയതാദരാന്വിതം ആർത്തൻ മഹാസോമമഖത്തിൽ ഇന്ദ്രനസോമത്തിനാൽ ഉന്മദനായിരിക്കവേ ഭുജിച്ചത് അഭക്തിവിശുദ്ധയാഗ സദ്ഫലത്തെ യജ്ഞേശ്വരനാംബരാൽപരൻ ആർ പ്രീതനായാൽ വിധി തൊട്ടു ദേവതിര്യഗാദിയോളം പരിതൃപ്തമാകുമോ ആ ദേവദേവൻ സുതരാം കനിഞ്ഞൊരഗയന്നു തുല്യൻ നൃപനാരുവാൻ ഭുവി. ഗയന് ഗയന്തിയിൽ ചിത്രരഥൻ, സുഗതി, അവരോധനൻ ഇങ്ങനെ 3 പുത്രന്മാരും ചിത്രരഥന് ഊർണയിൽ സമ്രാട്ട് എന്നു പേരുള്ള ഒരു മകനുമുണ്ടായി. ചിത്രരഥന് ഉത്കലയിൽ മരീചിയും മരീചിക്ക് ബിന്ദുമതിയിൽ ബിന്ദുമാനും ബിന്ദുമാന് സരഖയിൽ മധുവും മധുവിന് സുമനസ്സിൽ വീരവ്രതനും വീരവ്രതന് ഭോജയിൽ മംധു പ്രമംധു എന്നു പേരുള്ള 2 പുത്രന്മാരും ഉണ്ടായി.
മന്ധുവിന് സത്യയിൽ ഭൗവനനും, ഭൗവനന് ദൂഷണയിൽ ത്വഷ്ടാവും, ത്വഷ്ടാവിന് വിരോചനയിൽ വിരജനും, വിരജന് വിഷൂചിയിൽ ശതജിത്ത് ആദ്യപുത്രനായി 100 പുത്രന്മാരും ഒരു കന്യയും ഉണ്ടായി. പ്രിയവ്രത വംശത്തെപ്പറ്റിയുള്ള ഒരു പൂർവശ്ലോകം ഇതാ. അന്ത്യപുത്രൻ വിരജനീ പ്രിയവ്രതകുലത്തിനെ സുരസംഘത്തെ ഹരിപോൽ പ്രശോഭിപ്പിച്ചു കീർത്തിയാൽ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 15-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.